മലയാളം AT അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് എന്ന് പറയും. അത് 15 മാർക്കിന്റെ ചോദ്യമാണ്. ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കുകയാണ്. മലയാളം എടുക്കാത്ത കുട്ടികൾക്ക് അറബി, സംസ്കൃതം, ഉറുദു, സംസ്കൃതം, അറബി ഇതിലേതെങ്കിലും എടുക്കാം. അപ്പോ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കുട്ടികൾ ഈ അറബിയോ സംസ്കൃതമോ ഉറുദുവോ നന്നായിട്ട് വായിക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അത് എടുക്കുന്നതായിരിക്കും സൗകര്യം. പിന്നെ രണ്ടാമത്തതാണ് ബേസിക് ടെസ്റ്റ്. മലയാളം എല്ലാവരും എഴുതേണ്ട മലയാളം ബേസിക്. അപ്പോൾ അടിസ്ഥാന പാഠാവലി അത് 10 ചോദ്യമാണ് അവർ പരിഗണിക്കൂ. പക്ഷെ 15 ചോദ്യം നിങ്ങൾക്ക് തരും. നിങ്ങൾ 15 എഴുതിക്കോളും. അതിന്റെ ഗുണം 10 എന്തായാലും അവിടെ കിടക്കും. അപ്പൊ 15-ൽ 10 പരിഗണിച്ചാലും 15 എഴുതിക്കോളും. മൈനസ് മാർക്ക് ഇല്ല. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ആളാണ് 20 മാർക്കിന്റെ കണക്കിന്റെ ചോദ്യം. അതില് 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള ഏത് ചോദ്യവും പാഠഭാഗത്ത് നിന്ന് നേരിട്ടല്ലെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നതാണ്. ബോർഡ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു കുട്ടി അതിന്റെ മറുപടി പറഞ്ഞോളൂ. ഞാനത് ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ഒന്ന് ഇടപെട്ടിട്ട് ഒന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അവരുടെ ഫോണിന്റെ പ്രശ്നങ്ങളോ നെറ്റിന്റെ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ കമന്റ് ചെയ്തോളൂ. ആ കാര്യങ്ങൾ ഒന്ന് കോഹോസ്റ്റ് ആയ കുട്ടി ഒന്ന് പറയണം. ഓക്കെ അല്ലേ? യെസ്. രണ്ടാമത്തെ പേപ്പറാണ് ഇംഗ്ലീഷ്. 15 മാർക്ക്. മാറിയ ടെക്സ്റ്റ് ആണ്. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ബാക്കിയൊക്കെ ഗ്രാമർ ആയിരിക്കും. അതില് അടുത്തതാണ് ബേസിക് സയൻസ്. ആ 15ന്റെ കൂടെ ഒരു 5 ചോദ്യം കൂടി ഉണ്ടാവും. 20 ചോദ്യങ്ങൾ ഉണ്ടാവുമെങ്കിലും 15 പരിഗണിക്കൂ. 20-ൽ 20 എഴുതണം. എന്നാലാണ് 15 നമുക്ക് ഫുൾ മാർക്ക് പിടിക്കാൻ പറ്റും. അതുപോലെ സോഷ്യൽ സയൻസ് 15+5 അതുകൊണ്ട്. പക്ഷെ ഇവിടെ ഈ 3 സ്ഥലത്തും 3 വിഷയത്തിലും പരിഗണിക്കുന്നത് 45 മാർക്കാണ് ടോട്ടൽ. 45. അവിടെ 45 മാർക്ക് സെക്കൻഡ് പേപ്പറിനും 45 മാർക്ക് സെക്കൻഡ് പേപ്പറിനും ഫസ്റ്റ് പേപ്പറിനും ഈ 5 നിങ്ങൾ നോക്കണ്ട. അവിടെ 45 45 കൂട്ടിയാൽ 90 നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടതും 90-ൽ 90. 90-ൽ 90 ലക്ഷ്യം വെച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം USSന് ആ വിദ്യാഭ്യാസ ജില്ലയിലെ, നിങ്ങൾ ഏത് വിദ്യാഭ്യാസ ജില്ലയിലാണോ ആ വിദ്യാഭ്യാസ ജില്ലയിലെ ടോപ്പ് മാർക്ക് ലഭിക്കുന്ന 45 കുട്ടികളിൽ ഒരാളായിട്ട് നിങ്ങൾ മാറണം. അപ്പോ ആ കുട്ടികള് ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന് അറിയപ്പെടുക. അതിന് നിങ്ങൾക്ക് 90-ന്റെ അടുത്ത് മാർക്ക് കിട്ടണം. അല്ലാതെ 63 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ജയിക്കും. ഈ സ്കോളർഷിപ്പ് തുക 1500 രൂപയാണ് ഒരു വർഷം. 3 വർഷത്തേക്ക് ആ പണം നമുക്ക് കിട്ടും. 4500 രൂപ നിങ്ങൾക്ക് സ്വന്തം. അപ്പം USS നേടിയ കുട്ടികൾക്ക് അടുത്ത വർഷം NMMSക്ക് ചേരാനുള്ള അവസരം ഉണ്ടാവും. NMMSക്ക് അല്ലാതെയും എഴുതാം. എന്നാലും NMMSക്ക് കുറച്ചുകൂടി എളുപ്പമാവും നിങ്ങൾക്ക്. ഞാൻ ആദ്യം തുടങ്ങുന്നത് 2-3 ചോദ്യം നിങ്ങൾക്ക് തന്നുകൊണ്ടാണ്. പുതിയ കുട്ടികളുണ്ട്, പുതുതായിട്ട് ഇത് കേൾക്കുന്നവരുണ്ട്, മുമ്പ് കേട്ടവരുണ്ട്. അവരോടായിട്ടുള്ള ചോദ്യം ഇതാണ്. ആ ചോദ്യം സ്റ്റാർട്ട് ചെയ്യാം. ആ ചോദ്യം ഒന്ന് വായിച്ചു. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 125 ആയാൽ അതിൽ ചെറുതേത്? ചിലപ്പം വലുതേതെന്ന് ചോദിക്കാം. കമന്റ് ചെയ്തോളൂ, നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ. ഓപ്ഷൻ തരുന്നില്ല. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 125 ആയാൽ ചെറുതേതാണ്, വലുതേതാണ്? ഇപ്പൊ ചെറുതാണ് ചോദിച്ചത്, ചെറുത് പറഞ്ഞോളൂ. സ്റ്റാർട്ട്. കുട്ടികൾ ആരെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടോ? കോഹോസ്റ്റ് ഇവരെ ആരും കമന്റ് ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ. ഒരു കുട്ടി 23 എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. 23. ഇഷാൻജിത്ത് ഉണ്ട്. അതൊക്കെ നമുക്ക് ആദ്യം കേട്ട കുട്ടികളാന്ന് തോന്നുന്നു. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കിയാലോ? നമുക്ക് ഇവരുടെ പ്രതികരണം അറിയണ്ടേ അല്ലേ? അപ്പൊ ഇവരുടെ രക്ഷിതാക്കൾ തുടക്കത്തിലുണ്ടാവും. അവരുടെയും പ്രതികരണം ഒന്ന് അറിയണ്ടേ? വേണ്ടേ? വേണോ? വേണ്ടേ? വേണം. നമുക്കൊരു കാര്യം, അവരുടെ പ്രതികരണം അറിയാം.
ഓക്കെ. ഓക്കെ കുട്ടികളെ നിങ്ങൾക്ക് ഇപ്പൊ സംസാരിക്കാം. മൈക്ക് ഓൺ ആണ്. എല്ലാ കുട്ടികളും മൈക്ക് ഓൺ ചെയ്ത് യെസ് പറഞ്ഞു സംസാരിക്കാം. ഇപ്പോൾ ഞാൻ ക്ഷണിക്കുന്നത് പനമരം ഹൈസ്കൂളിലെ ഒരു കുട്ടിയാണ്. പനമരം ഹൈസ്കൂളിൽ നിന്ന് ഒരു കുട്ടി മുന്നോട്ട് വന്നു. പേര് പറയും. പനമരം ഹൈസ്കൂളിലെ ഒരു കുട്ടി മൈക്ക് ഓൺ ചെയ്തിട്ട് പേര് പറയും. ആയിരുന്നു 16. ആരാ പേര് പറയൂ? അദിൻ അഹമ്മദ്. അദിൻ അഹമ്മദ് ആണ് പനമര ഹൈസ്കൂളിൽ നിന്ന് പ്രതികരിച്ചത്. അദിൻ അഹമ്മദ് ഇതുവരെ എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഇന്നലെ നിങ്ങളുടെ സ്കൂളിൽ വന്നിരുന്നു. അദിൻ അഹമ്മദിന്റെ പേരെന്താ? ആ സമയത്ത് സ്കൂൾ വന്നായിരുന്നു പേരൻസ് മീറ്റിംഗിൽ. എത്രയാണ് ഇതിന്റെ ഉത്തരം കിട്ടിയത്? അദിൻ അഹമ്മദ് 23 ആണ്. എങ്ങനെയാ കിട്ടിയത്? 125 5 125നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? 125 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ്? 25ആണ്. ഓഹോ, ആ 25 അവിടെ കിടക്കട്ടെ. പിന്നീട് എന്ത് ചെയ്തു? അത് മിഡിലിൽ കൊണ്ടുപോയിട്ട്. ഓഹോ, അത് ശരി. അത് മിഡിലാണ് എഴുതി. 5 ആയതുകൊണ്ട് അത് മിഡിലാണ് എഴുതി. അദിൻ അഹമ്മദ് ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണം. 5 ആയതുകൊണ്ട് അദിൻ അഹമ്മദ് മിഡിൽ എഴുതി. അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടാച്ച് എഴുതാൻ വേണ്ടിട്ടല്ലേ അത് മിഡിൽ എഴുതിയത്? ഒരു 55 അങ്ങനെ ഒരു 55 തുടർച്ചയായ 55 55. ഇവിടെ 5 മാത്രമാണ് ചോദിച്ചത്. 55 എണ്ണൽ സംഖ്യകൾ തുക ഇന്നത് എന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ 55 എണ്ണം ഇങ്ങനെ ദേശത്ത് പോകുമോ? ഇല്ല. അപ്പൊ എന്താണ് അതിന്റെ മാർഗം? 55. ശരി, അതിന് എല്ലാവരും ഒരു അപ്രീസിയേഷൻ കൊടുക്കണം, ഒരു ലൈക്ക് കൊടുക്കണം. കാരണം അവൻ ഉത്തരം പറഞ്ഞല്ലോ. എന്തായാലും അവനെ അംഗീകരിച്ചേ മതിയാവും. 25 മിഡിൽ നമ്പർ ആയപ്പോൾ അദിൻ അഹമ്മദ് ചെയ്തത് 24 ഇപ്പുറം എഴുതി, ഇപ്പുറം 23 എഴുതി, തൊട്ടപ്പുറത്ത് 26 എഴുതി, അപ്പുറം 27 എഴുതി. അദിൻ അഹമ്മദ് വാദിക്കുന്നു 23 മുതൽ 27 വരെ കൂട്ടിയാൽ 125 ആണെന്ന് സത്യം. അത് ശരിയാണ്. പക്ഷേ അദിൻ അഹമ്മദ് ഇവിടെ 5 എണ്ണമായത് കൊണ്ടാണ് ആ എളുപ്പം കിട്ടിയത്. പക്ഷേ 5-ൽ കൂടുതലൊക്കെ വരികയാണെങ്കിൽ അദിൻ അഹമ്മദ് ഇതിനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാൻ. ശ്രദ്ധിച്ചോളൂ, എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചോളൂ. എല്ലാ കുട്ടികൾക്കും മൈക്ക് നമുക്കൊരു സൗകര്യമുണ്ട്. വേറെ മാർഗങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇപ്പൊ പറയണം. ഇല്ല സർ, അറിയില്ല. ശരി, വേറെ അടുത്ത മാർഗം. ഈ 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് ഈ 5-ൽ നിന്ന് 1 കുറച്ച് കളയുക. 5-ൽ നിന്ന് 1 കുറച്ചാൽ എത്ര? അതിനാണ് 4. ആ 4-നെ പകുതിയാക്കുക. 2. ആ 2-നെ അവിടെ മാറ്റി വെക്കുക. നേരത്തെ അദിൻ അഹമ്മദിന് 25 കിട്ടിയിരുന്നില്ല, ഓർക്കുന്നുണ്ടോ? 25 എങ്ങനെയായിരുന്നു കിട്ടിയെന്ന് ഓർക്കുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾക്ക് 25 കിട്ടിയെങ്കിൽ ആ 25 കിട്ടിയ 25-ൽ നിന്ന് നിങ്ങൾ നേരത്തെ അദിൻ അഹമ്മദ് 4-നെ പകുതിയാക്കിയ ആ 25-ൽ നിന്ന് നിങ്ങൾ 2 കുറച്ച് തന്നാൽ മതി. അപ്പൊ കിട്ടും 23. അദിൻ അഹമ്മദ് പറയൂ, ഞാനിപ്പോ എന്താ ചെയ്തത് പറയൂ. 5-ൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ട് അതിന് 2 ഡിവൈഡ് ചെയ്ത് 2 ഡിവൈഡ് ചെയ്ത് ആ 2 കിട്ടി. അത് 5 ഡിവൈഡ് ചെയ്ത് 25-ന്റെ നിന്ന് അത് 2 കുറച്ച്. മിഡിൽ നമ്പർ ആയ നമ്മൾ ശരാശരി 25-ൽ നിന്ന് 2 കുറച്ചു അല്ലേ? അതല്ലേ ചെയ്തത്? അതല്ലേ ചെയ്തത്? ശരിയല്ലേ? അതെ, അതാണ് സാറേ അപ്പൊ 55 ആണെങ്കിലോ?
65 ഈ ചോദ്യം ഒന്ന് വായിച്ചിട്ട് മുഹമ്മദ് റഷാൻ. The sum of 9 consecutive natural number is 117, which is the largest one. ഇവിടെ നേരത്തെ 5 എണ്ണമാണ് തന്നെങ്കിൽ ആ 5 ഞാൻ ഒഴിവാക്കിയിട്ട് 9 ആക്കി. ആ ചോദ്യത്തിന്റെ മലയാളം എന്ന് പറഞ്ഞു കൊടുക്കും മുഹമ്മദ് റഷാൻ. തുടർച്ചയായ 9 എണ്ണൽ സംഖ്യകളുടെ തുക 117. ഏറ്റവും വലുതേത്? ഏറ്റവും വലുതേത്? നേരത്തെ പറഞ്ഞതേ എടുത്തോളൂ. നേരത്തെ പറഞ്ഞതേ പുതിയ കുട്ടി മുന്നോട്ട് വരണേ. വേറെ ഏതെങ്കിലും പുതിയ കുട്ടി മുന്നോട്ട് വരണം. നേരത്തെ പറയാത്തൊരു കുട്ടി മുന്നോട്ട് വരൂ. എന്താണ് ചെയ്യേണ്ടത്? പറയും, എന്താണ് ചെയ്യേണ്ടത്? നേരത്തെ 5 ആയിരുന്നു, ഇപ്പോൾ 9 ആണ്. എന്ത് ചെയ്യണം? ആർക്കെങ്കിലും ഒന്ന് മുന്നോട്ട് വരാം. എന്ത് ചെയ്യണം? 9 - 1 ചെയ്യാം. 9 - 1 ചെയ്യണം. ആ കുട്ടിയുടെ പേരെന്താ? ഋതു. ഋതുവിന് ഒരു ലൈഫ് കൊടുക്ക്. 9 - 1 എത്രയാണ് ഋതു? 8. 8 ആണ്. പിന്നെ എന്ത് ചെയ്യണം ഋതു? ഡിവൈഡ് ചെയ്യണം കൊണ്ട്. 8 പകുതിയാക്കണം. കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പകുതിയാക്കലാണ്. 8 പകുതിയാക്കിയാൽ എത്ര കിട്ടും? 4. 4 കിട്ടും അല്ലേ? 4 കിട്ടൂലേ? 4 കിട്ടും. ശരി, ഇനി എന്ത് ചെയ്യണം? ഇനി 117 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 117 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ്? 13. 9 2 ബാക്കി 27 3 27 13 ആണ്. ഇനി എന്ത് ചെയ്യണം? 13 4 കൂട്ടുക. 13ന്റെ കൂടെ 4 കൂട്ടുക. 13നോട് 4 കൂട്ടിയത് എത്രയാണ്? 17. അപ്പൊ നമ്മളോട് ചോദിച്ചത് 4 കൂട്ടാൻ പറഞ്ഞത് 17 ലാർജസ്റ്റ് ആണ്. അപ്പൊ സ്മോളസ്റ്റോ? 13 4 മൈനസ് ചെയ്തു. 13 4 മൈനസ് ചെയ്തു. എത്ര കിട്ടും? 9. ആ, അപ്പോൾ നോക്കിക്കോളെ. 9 + 10 + ഋതുവാണ് മറുപടി പറയേണ്ടത്. 9 + 10 + 11 + 12 + 13 + 14 + 15 + 16 + 17. ഇത് എത്ര നമ്പർ ഉണ്ടാവും? 9. ഈ 9 നമ്പേഴ്സ് ഈ 117 കിട്ടണം. 117 കിട്ടണം. അപ്പോൾ ഇത് വേറൊരു കുട്ടി ഒന്ന് വിശദീകരിക്കും. ഒരു കുട്ടി ടൈപ്പ് ചെയ്തിട്ടുണ്ട് ക്ലിയർ അല്ല എന്ന്. ആ ക്ലിയർ അല്ല എന്ന് ടൈപ്പ് ചെയ്ത കുട്ടി ഒന്ന് മുന്നോട്ട് വരും. പേരെന്താണ്? ക്ലിയർ അല്ല എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്ത പോരല്ല പറയുന്നത്. ആ കുട്ടിയുടെ പേരെന്താണ്? എന്താണ് മുഹമ്മദ് റഷാൻ? അവിടെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോ നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും എന്ന് അതിന് മറുപടി കൊടുത്തോളൂ ആ കുട്ടിക്ക്. മുഹമ്മദ് റഷാൻ കേൾക്കാം? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാനിപ്പോ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ എല്ലാരെയും കൂടി തുറന്നു വെച്ചുകൊണ്ടായിരിക്കും. ക്ലിയർ. അപ്പൊ ക്ലിയർ ആണെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ മക്കളെ. ഓക്കെ. ഇനി ഈ 2 ചോദ്യങ്ങളും ഒന്നുകൂടി വിശദീകരിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വിശദീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 1 സെക്കൻഡോ അല്ലെങ്കിൽ 1 മോർന്നോ ടൈപ്പ് ചെയ്യണം. ആരെങ്കിലും 1 സെക്കൻഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? കുറച്ച് കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് റഷാൻ, ഈ 2ാമത്തെ ചോദ്യമായിരിക്കും ഒരു പ്രശ്നം വന്നിട്ടുണ്ടാകും. അതൊന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ സാർ. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ,
The sum of 9 consecutive natural number is 117, which is the largest one. തുടർച്ചയായ 9 എണ്ണൽ സംഖ്യകളുടെ തുക 117 ആണ്. ഇതിൽ ഏറ്റവും വലുതേത്? ആദ്യം നമ്മൾ 9 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 9-ൽ നിന്ന് 1 സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 8 കിട്ടും. ആ 8-നെ പകുതിയാക്കിയാൽ നമുക്ക് 4 കിട്ടും. ഇനി നമ്മൾ 117നെ 9 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് 13 കിട്ടും. ഈ 13ൽ നിന്ന് ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ 13ൽ നിന്ന് 4 പ്ലസ് ചെയ്യുക. അപ്പോൾ 17 കിട്ടും. ചെറിയ സംഖ്യയാണെങ്കിൽ 13ൽ നിന്ന് 4 കുറയ്ക്കുക. അപ്പോൾ 9 കിട്ടും. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതിനൊരു 4-5 ചോദ്യം ഇപ്പൊ പരിചയപ്പെടുത്തിയിട്ട് USS ഇങ്ങനത്തെ ചോദ്യമൊക്കെ വരും എന്നുള്ളത് നിങ്ങളെയും രക്ഷിതാക്കളെയും ബോധ്യപ്പെടുത്തുകയാണ് ആദ്യത്തെ ജോലി. അതിനുശേഷം നമ്മൾ ഓരോ ടോപ്പിക് ഇങ്ങനെ എടുക്കും. ഈ എടുത്ത ഭാഗത്തിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യും. ഒരു പ്രാവശ്യം ഷെയർ ചെയ്താണ്. ഇപ്പൊ പുതിയ കുട്ടികൾ വന്ന സ്ഥലത്ത് ഒരു പ്രാവശ്യം ഷെയർ ചെയ്യും. അത് കയ്യിലുണ്ടല്ലേ മുഹമ്മദ്? കയ്യിലുണ്ടോ? പോയോ? ഇല്ല, സാരമില്ല. എന്നാലൊന്ന് ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പൊ എടുത്ത ഭാഗങ്ങളൊക്കെ ഷെയർ ചെയ്യും. ഒരു 2 ക്ലാസ്സും കഴിഞ്ഞിട്ട് ഇതാ പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. നല്ല ചോദ്യമാണ്. നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇതിനെപ്പറ്റി ഒരു അറിവ് കിട്ടിയെന്ന് നോക്കട്ടെ. ചോദ്യം വായിച്ചു. The product of 4 prime number is 930. Which is the largest one? മലയാളം അറിയില്ലേ? 4 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം മലയാളം മീഡിയൊക്കെ അറിയിച്ചോളെ. 4 അഭാജ്യ സംഖ്യകളുടെ ആറാം ക്ലാസ്സിലാണ് അഭാജ്യ സംഖ്യകളെ പറ്റി പറയുന്നത്. ഗുണനഫലം മലയാളം മീഡിയക്കാരുടെ ഗൂഫാന്ന് ഗുണനഫലം 930. ആ അഭാജ്യ സംഖ്യകളിൽ വലുതേത്? ടൈപ്പ് ചെയ്തോളൂ. 20 ടൈപ്പ് ചെയ്തോളൂ. ചോദ്യം എഴുതി കഴിഞ്ഞാൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. ആരെങ്കിലും ആൻസർ ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? മുഹമ്മദ് റഷാൻ? ഇല്ല സാറേ. ആരും ടൈപ്പ് ചെയ്തിട്ടില്ല. വളരെ സന്തോഷം. മക്കളെ, USS ഇമാതിരി ചോദ്യം ചോദിക്കും. അതാണ് USS പരീക്ഷയും മറ്റ് പരീക്ഷയും തമ്മിലുള്ള വ്യത്യാസം. ഇത്തരം ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള 2-3 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ അത് എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ, ഞാൻ വിശദമായിട്ട് പിന്നീട് എടുക്കും. 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളെയാണ് a prime number has only 2 factors. One is 1, other is that number itself. 2 is the least prime number, 2 is the least even number, 2 is the only prime number even number. 2 എന്ന സംഖ്യക്ക് 2ഉം അതേ സംഖ്യയും മാത്രമേ ഘടകങ്ങളായിട്ട് വരുന്നുള്ളൂ. 3 is the next prime number. 3 has only 2 factors, 1 and 3 only. 5 is the next prime number digit. Then 1 and 5, 7. 1 and 7. എൻ്റെ ഈ ക്ലാസ് ശ്രവിക്കുന്ന കുട്ടികളോട് വളരെ സ്നേഹപൂർവ്വം ഞാനൊരു കാര്യം പറയുകയാണ്. അവരുടെ രക്ഷിതാക്കളുടെ ശ്രദ്ധയ്ക്ക്,
ആദ്യത്തെ 25 പ്രൈം നമ്പർ നിങ്ങൾ കാണാതെ പഠിച്ചോ, നിങ്ങൾ USS പരീക്ഷയ്ക്ക് എന്തായാലും ജയിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ, ആദ്യത്തെ 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പർ വർഗസംഖ്യകൾ നിങ്ങളുടെ കുട്ടി കാണാതെ പഠിച്ചോ, ആ കുട്ടി ഗിഫ്റ്റഡ് ആയിരിക്കും. ഇതൊരു തമാശക്ക് പറയുന്നതല്ല, സാധ്യതയേറെയാണ്. അതുകൊണ്ട് പഠിക്കാനുള്ള ഭാഗങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പഠിക്കുക. ഞാൻ അയച്ചു തരുന്ന നോട്ട്സിൽ പ്രൈം നമ്പറിന്റെ ടേബിളും വരും, സ്ക്വയർ നമ്പറിന്റെ ടേബിളും വരും. ഈ പ്രൈം നമ്പറിന്റെയും സ്ക്വയർ നമ്പറിന്റെയും ടേബിൾ നോക്കിയിട്ട് ബൈ ഹാർട്ട് ആക്കി വെച്ചോളൂ. അങ്ങനെ നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ആക്കിയിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ പറഞ്ഞേനെ. ഇതിൽ സ്ക്വയർ നമ്പർ വരുന്നില്ല, പ്രൈം നമ്പറിന്റെ കാര്യമാണ് വരുന്നത്. ചോദിച്ചു നോക്കിക്കോളൂ ഇതെങ്ങനെയാണ് ചെയ്യാൻ. 6ാം ക്ലാസ്സിൽ നിങ്ങൾ ബൈ ഹാർട്ട് ആക്കേണ്ട കാര്യമായിരുന്നു അത്. അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങിക്കോ. 2, 3, 5, 7, 11 മുഹമ്മദ് റഷാൻ അത് ആ പ്രൈം നമ്പർ ടേബിൾ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ സർ. 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, 97. There are 25 prime numbers in between 1 to 100. 1-നും 100-നും ഇടയിൽ 25 പ്രൈം നമ്പർ ഉണ്ട്. ആ 25 പ്രൈം നമ്പറും കാണാതെ പഠിക്കണം. ഇപ്പൊ മുഹമ്മദ് റഷാൻ പറഞ്ഞ പോലെ നിങ്ങളും പറയണം എല്ലാവരും. റഷാൻ വേണമെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് പറയും, കാരണം പഠിച്ചതാണ്. ക്ലാസ്സിൽ കയറിയ കുട്ടികളൊക്കെ പഠിച്ചതാണ്. പുതുതായിട്ട് കയറുന്ന കുട്ടികൾ അത് പഠിച്ചോളൂ, കാരണം കുറെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുങ്ങേണ്ടതുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികൾക്ക് ഒരു 10 മാർക്കിൽ കുറഞ്ഞു പോയിട്ടുണ്ട് പല കുട്ടികൾക്കും. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് കാണാതെ പഠിക്കുക. രണ്ടാമത് പഠിക്കുന്ന കാര്യം അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയും. സ്ക്വയർ നമ്പർ ആണ്. ഈ 2ന്റെ ടേബിൾ ഞാൻ അയച്ചു തരും. ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം നമ്പർ, അഭാജ്യ സംഖ്യകൾ, സ്ക്വയർ നമ്പർ, വർഗസംഖ്യകളുടെ ഒരു ടേബിൾ കിട്ടും. ആ ടേബിളൊക്കെ റെഡിയാക്കി നല്ല വൃത്തിയിൽ നോട്ട് എഴുതി വെക്കുക. നോട്ടിന്റെ മോഡലൊക്കെ ഞാൻ ഇന്ന് അയച്ചു തരും. അപ്പോൾ നല്ല വൃത്തിയിൽ എല്ലാവരും എഴുതി വെച്ചോളൂ. ക്ലാസ്സിലിരിക്കുന്ന ഓൺലൈൻ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ക്യൂബിക് നമ്പർ 12 വരെ മതി. ആരോ ക്യൂബിക് നമ്പറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ക്യൂബിക് നമ്പർ 12 വരെ മതി, അത് പിന്നീട് പറയാം. ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഒരു റഫ് നോട്ടറ്റം കയ്യിൽ വെച്ചാൽ മതി. പക്ഷെ നേരിട്ട് തന്നെ നോട്ടിൽ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഇതിൽ അപ്ലോഡ് ചെയ്ത് തരും. 2 മണിക്കൂർ സമയം എടുക്കും. ആ യൂട്യൂബിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കാണുകയും ചെയ്യാം. ഇവിടെ USSന് 1, 2, 3 ഇങ്ങനെ നമ്പർ ഇട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രൈം നമ്പറിന്റെ കാര്യമൊക്കെ അതിൽ കൂടെയും പറയുന്നുണ്ട്. അതും ഇടക്ക് നോക്കുക, ശ്രദ്ധിക്കുക. ഇവിടെ ഈ ചോദ്യം വളരെ എളുപ്പമാണ്. ഈ ചോദ്യത്തിന്റെ ആൻസറിലേക്ക് പോവുകയാണ്. ആരും ആൻസർ ചെയ്യാത്തതിൽ എനിക്ക് പ്രയാസമുണ്ട്. സാരില്ല. പ്രൊഡക്റ്റ് ഓഫ് ഗുണനഫലം 4 പ്രൈം നമ്പർ, 4 പ്രൈം നമ്പർ നമുക്കറിയില്ല. ആരോ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ആരാണ് മോനെ ടൈപ്പ് ചെയ്തത്? ആൻസർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആൻസർ വരുന്നുണ്ടല്ലോ. ആൻസർ വരുന്നുണ്ട്. രേഖ സുഗ്നേഷ് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. വെരി ഗുഡ്. ആൻസർ വരുന്നുണ്ട്. സാരമില്ല, നമുക്ക് അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാം. A/B/C/D 4 പ്രൈം നമ്പറാണ്. നമുക്കറിയില്ല എന്തെല്ലാം. അത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇത് 4ഉം കൂടി ഗുണിച്ചിട്ട് കിട്ടുന്നത് 930 ആണ്. ഞാൻ മുഹമ്മദ് റഷാനോട് സ്വകാര്യം ചോദിക്കട്ടെ, പറയാമോ ആൻസർ? ഓക്കെ സർ. ഉറപ്പല്ലേ? ശ്രമിക്കാം അല്ലേ? ഈ 930 എന്ന സംഖ്യ ഉണ്ടല്ലോ, അത് ഈ 93-നെ എത്ര കൊണ്ട് ഗുണിച്ചാലാ കിട്ടുക? 10 കൊണ്ട്. അത് ശരിയാണ്. അപ്പോൾ 2 പ്രൈം നമ്പർ കൂടിയിട്ട് 10ഉം മറ്റേ പ്രൈം നമ്പർ കൂടിയിട്ട് 93ഉം കൂടി ഗുണിച്ചാൽ, ഞാൻ പറഞ്ഞ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണേ, 2 പ്രൈം നമ്പർ ഗുണിച്ചാൽ 10 കിട്ടുന്നു, മറ്റേ 2 പ്രൈം നമ്പർ ഗുണിച്ചാൽ 93 കിട്ടുന്നു. മുഹമ്മദ് റഷാനെ, ഈ 10 കിട്ടുന്ന ആ 2 പ്രൈം നമ്പർ ഏതൊക്കെയാണ്? 25. ആഹാ, 2ഉം 5ഉം എവിടെ കൂടുന്നുവോ അവിടെ ഒരു 0 വരും. 2ഉം 5ഉം കൂടിയാൽ അവിടെ ഒരു 0 വരും. അത് വേറെ ചോദിക്കാനുണ്ട് നിങ്ങളോട്. 1 മുതൽ 25 വരെ ഗുണിച്ചാൽ അവസാനം എത്ര 0 ഉണ്ട്? 1 മുതൽ 200 വരെ ഗുണിച്ചാൽ അവസാനം എത്ര 0 ഉണ്ട്?
ആ പൂജ്യത്തിന്റെ കാരണക്കാർ 2ഉം 5ഉമാണ്. അപ്പൊ 2ഉം 5ഉം എവിടെ കൂടുന്നുവോ അവിടെ ഒരു 0 വരും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പൊ എന്തായാലും 2 പ്രൈം നമ്പർ ആണ്, 5ഉം പ്രൈം നമ്പർ ആണ്. അപ്പൊ 2 5 10. ഈ 10നെ 93 കൊണ്ട് ഗുണിച്ചിട്ടാണല്ലോ 930 കിട്ടിയത്. Sir. 93 എന്ന ഇത് പ്രൈം നമ്പറും അല്ല, Yes, sir. കാരണം 97 പ്രൈം നമ്പറാണ്. 93 എന്ന സംഖ്യ കിട്ടാൻ ഏതെല്ലാം 2 പ്രൈം നമ്പർ തമ്മിൽ ഗുണിച്ചിരിക്കണം? 331. 3 and 31 കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് 4 കിട്ടിക്കഴിഞ്ഞു. ഏതൊക്കെയാണ് 4 എണ്ണം പറയൂ? 2, 5, 3, 31. 31. ഈ 4ഉം പ്രൈം നമ്പർ ആണ്. ഇതിന് വലുതാരാണ്? 31. 31. അപ്പൊ 31 ചെയ്ത കുട്ടികള്, മറുപടി തന്ന കുട്ടികൾക്കെല്ലാം ഒരു ലൈക്ക് കൊടുക്കൂ. ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് അവിടെയുള്ള വിവരങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. എന്തൊക്കെയാണ്, ആർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെന്ന് അറിയട്ടെ. കുട്ടികളെ, പ്രത്യേകിച്ച് പുതിയ കുട്ടികള്, അവരെ ഞാൻ കണ്ടിട്ടില്ല, മറ്റവരെയും കണ്ടിട്ടില്ല. അപ്പൊ അവർക്ക് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. മൈക്ക് ഓൺ ആണ്, സംസാരിച്ചു. പനമര എക്സ്പ്ലെയിൻ ചെയ്യാം. ഓ, ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം സർ. ആരാണ്? പേര് പറയൂ. ഋതു. ഋതു. ഋതു ഏത് സ്കൂളാ? പ്രോവിഡൻസ്. കോഴിക്കോട്. യെസ് സർ. യെസ്. ഋതു കേട്ടോളൂ. ഞാൻ ഋതുവിന്റെ ചോദ്യത്തിന് മറുപടി ഇപ്പൊ തരാം. അതിന്റെ ഇടയ്ക്ക് ഞാനൊരു ചോദ്യം മറ്റുള്ള കുട്ടികളോട് ചോദിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്നുകൂടിയും വിശദീകരിക്കണമെന്നുണ്ടോ? പേര് പറയൂ. യെസ്. ഇനി ഞാൻ അടുത്ത നേരത്തെ പരമ്പര സ്കൂളിൽ ഒരു കുട്ടി ഇടപെട്ടിരുന്നല്ലോ, ആ കുട്ടിയുടെ പേരെന്നോട് മറന്നു. എന്താണ് ആ കുട്ടിയുടെ പേര്? നേരത്തെ ചോദിച്ചെടുത്ത് മറുപടി. ആ കുട്ടിയുടെ പേരെന്തായിരുന്നു നേരത്തെ പനമര സ്കൂളിൽ നിന്ന്? എന്താ മുഹമ്മദ് റഷാൻ ആ കുട്ടിയുടെ പേരെന്നോട് മറന്നു? സാറേ എന്തോ അതിന് ഐക്യോ? അതിന് അങ്ങനെ അതിന് പോയോ? അല്ല സാറേ, ആ, എന്താ പേര് പറഞ്ഞത്? അതിൻ അഹമ്മദ്. അതിൻ അഹമ്മദ്. അതിൻ, ഈ കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ. മറ്റുള്ള കുട്ടികളൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഒന്ന് പറഞ്ഞേ, ഒന്ന് എന്നെ സഹായിച്ചേ, പറയൂ. 930. 930 ഗുണിച്ചാൽ 4 എണ്ണം കിട്ടണം. അത് 4ഉം പ്രൈം നമ്പർ ആയിക്കണം. നമുക്കിതൊന്നും അറിയില്ല, തൽക്കാലം ABCD നടക്കെടുക്കട്ടെ. ഇത് ഗുണിച്ചിട്ട് 930 അതിൻ അഹമ്മദ് കിട്ടുന്നത്. ഈ 930 ഒരു 0 ഇല്ലേ? അത് 93 ഗുണിച്ചിട്ടല്ലേ കിട്ടുന്നത്? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 93 10 കൊണ്ട് ഗുണിച്ചിട്ടാണ് ഇത് കിട്ടുന്നത് എന്ന് മനസ്സിലായി. അപ്പൊ 93 × 10 ആണെന്ന് മനസ്സിലായി. ഇവരെല്ലാം കൂടി 4 പ്രൈം നമ്പർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം 10നെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. എങ്ങനെ 2 പ്രൈം നമ്പറിന്റെ ഗുണിതമാക്കി 10നെ മാറ്റാൻ പറ്റും? 2 × 5 എന്ന് എഴുതാൻ പറ്റും. ഇത് മക്കള് പ്രൈം നമ്പർ കാണാതെ പഠിക്കാത്തതുകൊണ്ടാണത്. ഇനി 93നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 3 × 31. അപ്പൊ മക്കള് മനസ്സിലാക്കേണ്ടത്, ഈ 31 ഒരു പ്രൈം നമ്പർ ആണെന്ന് നിങ്ങൾ അറിയണം. നേരത്തെ അത് പ്രൈം നമ്പർ 31 ആണെന്ന് മനസ്സിലേക്ക് പെട്ടെന്ന് വന്നിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞേനെ. അത് നിങ്ങളുടെ മനസ്സിലില്ല. നിങ്ങളുടെ മനസ്സിൽ 2ഉം 5ഉം 3ഉം ഒക്കെ ഉള്ളൂ. അതാ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 25 പ്രൈം നമ്പർ കാണാതെ പഠിച്ചോളിയും. ഈ ഋതു, ഈ കാര്യം മനസ്സിലായോ? മനസ്സിലായി. ഇവിടെയാണ് 31. മൈക്ക് മ്യൂട്ട്. ഓക്കെ. ഇവിടെ വേറൊരു ചോദ്യം ഇതാ വരുന്നു. ചോദ്യം നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. The sum of 3 prime number is 32. Which is the largest prime number? ചോദ്യം അവിടെ വന്നു. ആ ചോദ്യം ഒന്ന് വായിച്ചേ. The sum of 3 prime number is 32. Which is the largest prime number?
ഓക്കെ. 3 അഭാജ്യ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ a പ്ലസ് ബി പ്ലസ് സി അത് 32 പോലും. വലുതേതാണ്? ടൈപ്പ് ചെയ്തോളൂ. വലുതേതാണ്? The sum of 3 prime number is 32, which is the largest one. ആരെങ്കിലും ടൈപ്പ് ചെയ്തോ മക്കളെ? ഇല്ല സാറേ. ഇല്ല. ഇപ്പൊ വരും. ഒരു പ്രൈം നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. ഒരെണ്ണം 2 ആയിരിക്കും, മറ്റേ 2 ആരാ നിങ്ങൾ പറയും. ഞാൻ ഒരെണ്ണം 2 എന്ന് പറയാനുള്ള കാരണം ഒരു ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ കൂട്ടിയാൽ കിട്ടുന്ന ഒരെണ്ണം 2 വന്നാലേ മതിയാവും. അതുകൊണ്ടാണ് 2 ഒറ്റ സംഖ്യന്റെ കൂടെ ഒരു ഇരട്ട സംഖ്യ കൂട്ടിയാൽ ശരി. അടുത്ത 2 വന്നു. അടുത്തത് ഏതൊക്കെയാ? ടൈപ്പ് ചെയ്യുന്നുണ്ടോ കുട്ടികൾ? സാർ ഒരു കുട്ടി 23 ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 23 എന്ന് ടൈപ്പ് ചെയ്ത് ശരിയാണ്. അപ്പം 2 കൂട്ടണം, പിന്നെ വേറെ ഏതൊക്കെയാ? 3 എണ്ണം, 2 ബാക്കി 2 എണ്ണം പറ്റേ 2 7 23. 7 23 ശരിയാണ്. ഇവിടെ കുട്ടികൾ തെറ്റ് വരുത്തുന്ന എവിടെയാണ് ഞാൻ പറഞ്ഞുതരാം, അതൊന്ന് ശ്രദ്ധിച്ചോളെ. ഈ 3 അഭാജ്യ സംഖ്യയിൽ വലുതേതെന്ന് ചോദിച്ചാൽ തെറ്റെവിടെയാ വരിക നോക്കുക. 2 കൂട്ടണം 11 കൂട്ടണം 19, ഇത് കൂട്ടിയാൽ 32 കിട്ടും. ഇത് 3 പ്രൈം നമ്പറാണ്. അപ്പൊ ചില കുട്ടികൾ 19 അങ്ങ് എഴുതും. അതേ സമയത്ത് ചില കുട്ടികൾ എന്ത് എഴുതുന്നു നോക്കളെ, 2 കൂട്ടണം 13 കൂട്ടണം 17, ഇത് കൂട്ടിയാലും 32 ആണ്. അപ്പൊ ചില കുട്ടികൾ ഇതാണ് ഓർക്കുന്നതെങ്കിൽ 17 എഴുതി വെക്കും. അപ്പോഴാണ് ശരിക്കറിയാവുന്ന കുട്ടികൾ മുന്നോട്ട് വന്നിട്ട് 2 കൂട്ടണം 7 കൂട്ടണം 23, ഇതെല്ലാം പ്രൈം നമ്പറാണ്. അപ്പോൾ 23 പ്രൈം നമ്പർ ആണെന്ന് തിരിച്ചറിയണം ഒരു കുട്ടി. അപ്പോഴാണ് ഇതിന്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ 32 കിട്ടിക്കോളും. അപ്പൊ ഇതിന്റെ ആൻസർ 32 വരുമ്പോൾ ഈ 3 പ്രൈം നമ്പറിൽ ഉറക്കെ എല്ലാരും വിളിച്ചു പറഞ്ഞോളൂ, ഈ 3 പ്രൈം നമ്പറിൽ ഏറ്റവും വലുതേതാണ്? 23 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കൂ. Which of the number below has an odd number of factors? 97, 98, 99, 100. ഓഹോ, ഘടകങ്ങളുടെ എണ്ണം ഒറ്റയായ സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം. നിങ്ങൾക്കത് അറിയാത്തതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കാൻ പോവുകയാണ്. ഘടകങ്ങളുടെ എണ്ണം ഒറ്റയാകുന്നത് എപ്പോഴാണ്? ഏത് സന്ദർഭത്തിലാണ് ഘടകങ്ങളുടെ എണ്ണം ഒറ്റയാകുന്നത്? നോക്കിക്കോളൂ നിങ്ങൾ. പലരും ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഓപ്ഷൻ കൊടുത്തുകൊണ്ട് സാരമില്ല, നമുക്ക് നോക്കാം. 1 ഒരേ ഒരു ഘടകം, അത് ഒറ്റയാണ്. 4 എന്ന സംഖ്യയുടെ ഘടകങ്ങൾ ഒന്ന് നിങ്ങൾക്ക് പറയാം. 1, 2, 4. 4ന് 3 ഘടകം. 9 എന്ന സംഖ്യ 1, 3, 9. അപ്പൊ അവിടെയും 3 ഘടകം. 16 എന്ന സംഖ്യയുടെ ഘടകങ്ങൾ 16 എന്ന സംഖ്യയുടെ ഘടകങ്ങൾ 1, 2, 4, 8, 2, 16, 16, 1, 16. 16ന്റെ ഘടകങ്ങളുടെ എണ്ണം നോക്കൂ. 1, 2, 3, 4, 5 ഘടകം. ഘടകങ്ങളുടെ എണ്ണം ഒറ്റ. 16ന്റെ ഘടകങ്ങളുടെ എണ്ണം ഒറ്റ. 9ന്റെ ഘടകങ്ങൾ 3 ഒറ്റ. 4ന്റെ ഘടകങ്ങളുടെ എണ്ണം 3 ഒറ്റ.
ഒന്നിന്റെ ഘടകങ്ങളുടെ എണ്ണം 1 ഒറ്റ. എപ്പോഴാണ് ഘടകങ്ങളുടെ എണ്ണം ഒറ്റയായിട്ട് വരുന്നത്? Square numbers. സ്ക്വയർ നമ്പേഴ്സിന് ഘടകങ്ങളുടെ എണ്ണം ഒറ്റയായിട്ട് വരും. അപ്പോൾ നിങ്ങൾ നോക്കണം ഇതിലേതാണ് സ്ക്വയർ നമ്പർ. വാട്ട് ഈസ് എ സ്ക്വയർ നമ്പർ? ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചാൽ കിട്ടുന്നതാണല്ലോ സ്ക്വയർ നമ്പർ. 10നെ 10 കൊണ്ട് ഗുണിച്ചിട്ടാണല്ലോ 100 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഘടകങ്ങളുടെ എണ്ണം ഒറ്റയായ സംഖ്യ ഏതാണെന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യൂ പെട്ടെന്ന്. ടൈപ്പ് വന്നോ? ഫസ്റ്റ്. Yes, sir. ഓ വെരി ഗുഡ്. അപ്പോൾ കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം എനിക്ക് ചോദിക്കാലോ. ഇതായി ചോദ്യം, പിടിച്ചോളൂ. ആ ചോദ്യം ഒന്ന് വായിച്ചെടുക്കും. Which of the following numbers below has exactly 3 factors? അതിന്റെ മലയാളം ഞാൻ പറയാം. കൃത്യമായിട്ട് 3 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻസ് ഒന്ന് വായിക്കുമോനെ. 400, 441, 529, 576. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം രക്ഷിതാക്കൾ കൂടെ ഇരിക്കുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടികൾ സ്ക്വയർ നമ്പറും പഠിക്കണം. എങ്കിൽ മാത്രമേ ഇതിന് ഉത്തരം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 400, 441 ഓപ്ഷനിലൂടെ വരുന്നത്. ഗസ് ചെയ്ത് അടിച്ച് കയറ്റുകയാണ് ഇപ്പോൾ. അവർ ഗസ് ചെയ്തിട്ട് 4 ഓപ്ഷൻ കൊടുത്തുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. കണ്ടോ? ഗസ്സിങ്ങിലൂടെയാണ് അതിന്റെ ഉത്തരം വരുന്നത്. അവർ ടൈപ്പ് ചെയ്തതൊന്നല്ല ശരി. ശ്രദ്ധിച്ചോ? മുഹമ്മദ് റഷാനെ 400ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 20. ഈ 20 ഒരു പ്രൈം നമ്പർ ആണോ മുഹമ്മദ് റഷാൻ? No, sir. അല്ല, ഇരട്ട സംഖ്യയിൽ 2 മാത്രമേ പ്രൈം നമ്പർ ഉള്ളൂ. മുഹമ്മദ് റഷാൻ 441ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 21. ഈ 21 ഒരു പ്രൈം നമ്പർ ആണോ? No, sir. എന്തുകൊണ്ട്? Twenty-one has more than 2 factors. 21 into 1, 21 അല്ല factors. കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ടോ? നോക്കി വായിച്ചാൽ മതി. 7 into 3. 7 into 3. 3യും 7ഉം പ്രൈം ഘടകങ്ങളാണ്. അപ്പോൾ 21ഉം പ്രൈം നമ്പർ അല്ല, ഇതും പ്രൈം നമ്പർ അല്ല, ഇതും പ്രൈം നമ്പർ. 729 സ്ക്വയർ റൂട്ട് എത്രയാണ്? 23. 23 പ്രൈം നമ്പർ ആണോ? Yes, sir. 23ന് 2 ഘടകം മാത്രമേ ഉള്ളൂ. 576ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 24. 24 പ്രൈം നമ്പർ ആണോ? No, sir. അപ്പോൾ ഇവിടെ പ്രൈം നമ്പർ ആയത് ആകെ ഒരാളേ ഉള്ളൂ. അതാരാ? 23യുടെ സ്ക്വയർ എത്രയാണ്? 529. 529. അപ്പോ ഈ 529 നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ആ 529ന് 3 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന സത്യം. 529ന്റെ ഘടകങ്ങൾ 1ഉം അതേ സംഖ്യയും പിന്നേതാ 529ഉം ഉണ്ടെന്നില്ലേ? 23 അതല്ലേ ചോദിച്ചത്. അപ്പോൾ 23ഉം 529ഉം 1ഉമാണ് ഇതിന്റെ ഘടകങ്ങൾ. അപ്പോൾ ഇതിൽ 3 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ 529 ആണ്. ഇനി നമുക്ക് ഈ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് നോക്കാം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇതിൽ എത്ര നമ്പേഴ്സ് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് പറയുന്ന നോട്ടും തരാം. ശരി, ശ്രദ്ധിക്കുക. 2 ഒരു പ്രൈം നമ്പർ ആണ്. ആ 2ന്റെ സ്ക്വയർ ആവട്ടെ 4. ആ 4ന് ഘടകങ്ങൾ 3. 1, 2, 4 3 ഘടകം. 3 പ്രൈം നമ്പർ ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. 9ന് 3 ഘടകം 1, 3, 9. 5 പ്രൈം നമ്പർ ആണ്. 5ന്റെ വർഗം 25. 25ന് 3 ഘടകം 1ഉം 25ഉം 5ഉം മാത്രം. ഒരു കാര്യം വ്യക്തമാക്കാം, അത് ഒരു പെട്ടിയിലാണ് എഴുതി വെച്ചോളൂ. ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരും. അതാ കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ ഇതിൽ എഴുതേണ്ട ഇംഗ്ലീഷ് കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഡെഫിനിഷൻ എന്താന്ന് പറഞ്ഞാൽ, അല്ല ഡെഫിനിഷൻ അല്ല, ഇതിന്റെ പ്രത്യേകത, സ്ക്വയർ ഓഫ് എ പ്രൈം നമ്പർ ഹാസ് ഓൺലി 3 ഫാക്ടേഴ്സ്. അതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഷോർട്ടായിട്ട് നമ്മൾ എഴുതാം, നോട്ട് ഞാൻ അയച്ചു തരും. സ്ക്വയർ ഓഫ് എ പ്രൈം നമ്പർ ഹാസ് ഓൺലി 3 ഫാക്ടേഴ്സ്. ഒരു അഭാജ്യ സംഖ്യയുടെ വർഗത്തിന് 3 ഘടകം മാത്രം. പറഞ്ഞേ മുഹമ്മദ് റഷാൻ ആ കാര്യം. Square of a prime number has only 3 factors. ഒരു അഭാജ്യ സംഖ്യയുടെ വർഗത്തിന് 3 ഘടകം മാത്രം. അതാണ് ഇന്ന് പഠിച്ചത്. ഇനി മക്കൾക്ക് പഠിക്കാനുള്ള നമ്പേഴ്സ് ഒന്ന് നോക്കാം. ആ നമ്പേഴ്സ് ഒന്ന് വായിച്ചു കൊടുക്കൂ. മലയാളവും ഇംഗ്ലീഷും വായിച്ചു കൊടുക്കൂ. എണ്ണൽ സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ്, ഒറ്റ സംഖ്യകൾ ഓഡ് നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ ഈവൻ നമ്പേഴ്സ്, അഖണ്ഡ സംഖ്യകൾ ഓൾഡ് നമ്പേഴ്സ്, ഭിന്നസംഖ്യകൾ ഫ്രാക്ഷൻസ്, ദശാംശങ്ങൾ ഡെസിമൽസ്, ഭാജ്യസംഖ്യകൾ കോമ്പോസിറ്റ് നമ്പേഴ്സ്, അഭാജ്യസംഖ്യകൾ പ്രൈം നമ്പേഴ്സ്, സമമിത സംഖ്യകൾ പാലിൻഡ്രോമിക് നമ്പേഴ്സ്, അനക സംഖ്യകൾ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യകൾ പെർഫെക്റ്റ് നമ്പേഴ്സ്, ശുഷ്ക സംഖ്യകൾ. അടുത്തത് സമൃദ്ധ സംഖ്യകൾ അബണ്ടന്റ് നമ്പേഴ്സ്, സൗഹൃദ സംഖ്യകൾ വർഗ അമിക്കബിൾ നമ്പേഴ്സ്, വർഗസംഖ്യകൾ അല്ലെങ്കിൽ സമചതുര സംഖ്യകൾ സ്ക്വയർ നമ്പേഴ്സ്, ത്രികോണ സംഖ്യകൾ ട്രിയാങ്കുലർ നമ്പേഴ്സ്, ഘനസംഖ്യകൾ ക്യൂബിക് നമ്പേഴ്സ്, അദ്സംഖ്യകൾ പോസിറ്റീവ് നമ്പേഴ്സ്, ന്യൂനസംഖ്യകൾ നെഗറ്റീവ് നമ്പേഴ്സ്, പൂർണ്ണസംഖ്യകൾ ഇന്റേജേഴ്സ്, ഭിന്നകങ്ങൾ റാഷണൽ നമ്പേഴ്സ്, അഭിന്നകങ്ങൾ ഇറാഷണൽ സംഖ്യ, രാമാനുജൻ സംഖ്യ, രാമാനുജൻ നമ്പർ 1729 1729, കാപ്പറേക്കർ സംഖ്യ 6174, കാപ്പറേക്കർ നമ്പർ 6174, പൈതഗോറിയൻ സംഖ്യാത്രയം, ഫിബൊനാച്ചി സംഖ്യാ ശ്രേണി. ഓക്കെ, ഇതില് ഒരു സംഖ്യയും കൂടി ചേർക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് ചേർക്കാം. ഇത് ഒന്ന് ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്തു തരാം. അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കാര്യങ്ങൾ കൂടുതൽ കിട്ടും. ഞാൻ നോട്ട്സ് അയച്ചു തരാം. അഥവാ നോട്ട്സ് കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്നെന്നെ വിളിച്ചാൽ മതി. ഇതിൽ വേറൊരു നമ്പറും കൂടി ഉണ്ട്. ആ നമ്പറും കൂടി ഇത് കൂട്ടിച്ചേർക്കുക. ഒന്ന് എഴുതി വെക്കാമോ ആ നമ്പർ? ആംസ്ട്രോങ് നമ്പർ. ആംസ്ട്രോങ് നമ്പർ. സ്ട്രോങ് എന്ന് മാത്രമേ വരുന്നുള്ളൂ. അടിച്ചിരാം. ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആംസ്ട്രോങ് നമ്പർ. ആംസ്ട്രോങ് നമ്പർ 2 പ്രാവശ്യം എഴുതിപ്പോയില്ല. അത് പറയുന്നത് തീർത്ത് അങ്ങോട്ട് വരികയില്ല. ശരി, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെപ്പറ്റി പറയാം. ഇവിടെ ഇന്ന് നമുക്ക് ഒരു 2-3 നമ്പർ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ക്ലാസ് അവസാനിപ്പിക്കാം. ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും. ആ 2 ചോദ്യങ്ങൾ എപ്പോഴും തരുന്നതാണ്. ആ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇത് USSന്റെ ഗ്രൂപ്പിലേക്ക് ഈ ക്ലാസ്സുകൾ ഇന്ന് തന്നെ മിക്കവാറും ഷെയർ ചെയ്യും. നമ്പർ 5ഓ 4ഓ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്പർ 5 ആണെങ്കിൽ ആ 5 കൃത്യമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ലാഡർ USS യൂട്യൂബ് ചാനൽ, ഞാൻ ഒന്ന് മൈക്ക് ഓൺ ചെയ്യട്ടെ, കുട്ടികളുടെ വർത്താനം കേൾക്കാലോ. ഓക്കെ, മൈക്ക് ഓൺ ചെയ്യാൻ പോവുകയാണ്. ലാഡർ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എന്താണ് എസ് ചെയ്യാന്ന് പറഞ്ഞാൽ? വീണ്ടും എസ്, പിന്നെ L, പിന്നെ B, പിന്നെ C. എന്തായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്? പറയൂ. ലാഡർ USS യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, കമന്റ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ മൈക്ക് ഓഫ് ആണെന്ന് പറയുന്നു. മൈക്ക് ഓഫ് ആണോ? അല്ല സാറേ. അല്ല, കുട്ടികളുടെ മൈക്ക് ഓഫ്. ഇപ്പൊ മൈക്ക് ഓൺ ആണ്. ഞാൻ ഇടയ്ക്കങ്ങ് ഓഫ് ആക്കുന്നുണ്ട്. ശരി, ഇപ്പൊ മൈക്ക് ഓൺ ആണ്. നല്ല മഴ വരുന്നുണ്ട്. 2 ചോദ്യങ്ങൾ തരുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ട്രയാങ്കിൾ നമ്പർ ഒന്ന് പരിചയപ്പെടാം. മക്കൾ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തോളൂ. നല്ല മഴയാണ്. വയനാട് ഇപ്പൊ നല്ല മഴയുണ്ടോ? അനമരം നല്ല മഴയുണ്ട്? ഇല്ല. കരണ്ട് ഉണ്ടോ അവിടെ? കരണ്ട് ഉണ്ടോ? കരണ്ട് അവിടെ ഇപ്പൊ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ. ഇന്ന് ഒരു നമ്പർ പഠിച്ചിട്ട് അങ്ങ് പോകാം. 1, 2, 3 നമ്പർ നമുക്ക് ഇന്ന് പഠിക്കാം. ഇന്നത്തെ നമ്പർ പഠിച്ചോളൂ. അതിൽ കാണാം പെർഫെക്റ്റ് നമ്പർ. പെർഫെക്റ്റ് നമ്പർ. ട്രയാങ്കിൾ നമ്പർ പറഞ്ഞില്ല. പറയാം. അതും പറയാം. എല്ലാം പറഞ്ഞു. മക്കൾ ശ്രദ്ധിച്ചോളൂ. ആദ്യം ഇതൊന്ന് എഴുതി വെച്ചോ. ഇതിന്റെ മലയാളം എഴുതിക്കാതെ മക്കള്. എന്തായിരുന്നു പെർഫെക്റ്റ് നമ്പറിന്റെ മലയാളം? മുഹമ്മദ് റഷാദ്. സാറ് പൂർണ്ണസംഖ്യകളല്ലേ? പൂർണ്ണസംഖ്യകൾ. പെർഫെക്റ്റ് നമ്പറിന്റെ മലയാളം എന്തായിരുന്നു? എന്തായിരുന്നു? അനാകസംഖ്യകൾ. അനകസംഖ്യയാണ്. ഒന്നുകൂടി വായിച്ചേ. അനകസംഖ്യ. അപ്പൊ മക്കൾക്കറിയാം എന്താ പെർഫെക്റ്റ് നമ്പർ എന്നുള്ളാല്? എഴുതി വെച്ചോളൂ. ഇന്നങ്ങ് പഠിപ്പിച്ചു തരാം. ശ്രദ്ധിച്ചോ, ഇതിന്നങ്ങ് പഠിപ്പിച്ചു തരാം. അനകസംഖ്യ. ഏറ്റവും ചെറിയ അനകസംഖ്യ 6 ആണ്. 6 എന്തുകൊണ്ടാണ് അനകസംഖ്യ ആകുന്നതെന്ന് പറഞ്ഞാൽ 6ന്റെ ഘടകങ്ങൾ ഫാക്ടേഴ്സ് നമ്മൾ എഴുതിയാൽ 1 6 6, 1ഉം 6ഉം ഫാക്ടേഴ്സ് ആണ്. 2 × 3ഉം 6 ആണ്. 6ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 4 ഫാക്ടേഴ്സ് ഉണ്ട്. ആ 4 ഫാക്ടേഴ്സില് ആദ്യത്തെ 3 എണ്ണം 6നെ ഒഴിവാക്കിയിട്ട് 1ഉം 2ഉം 3ഉം കൂട്ടിയാൽ 6 ലഭിക്കുന്നു. അപ്പോൾ ഒരു സംഖ്യയുടെ ഘടകങ്ങളിൽ ആ സംഖ്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള സംഖ്യകളൊക്കെ കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കുന്നുവെങ്കിൽ അത്തരം സംഖ്യക്ക് പറയുന്ന പേരാണ് പെർഫെക്റ്റ് നമ്പർ അല്ലെങ്കിൽ അനകസംഖ്യ. രണ്ടാമത്തെ അനകസംഖ്യ 28 ആണ് മക്കളെ. 28 ആണ്. 28ന്റെ ഘടകങ്ങൾ പറയൂ. മിണ്ടുന്നില്ലേ? ഉറക്കെ പറയൂ, കേൾക്കുന്നില്ല. 1 2 4 7 14 യെസ്, ശരിയാണ്. 28ന്റെ ഘടകങ്ങൾ 1ഉം 28ഉം തമ്മിൽ ഗുണിച്ചാൽ 28, 2ഉം 14ഉം തമ്മിൽ ഗുണിച്ചാൽ 28, 4ഉം 7ഉം തമ്മിൽ ഗുണിച്ചാലും 28. ആ 28നെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ ഒന്ന് കൂട്ടി നോക്കൂ നിങ്ങൾ. 1 + 2 3 + 4 7, 7 + 7 14, 14 + 14 = 28. അപ്പോൾ ആദ്യത്തെ 4 അനകസംഖ്യകൾ പരിചയപ്പെടുത്തുന്നു. ഫസ്റ്റ് വൺ ഈസ് 6, സെക്കൻഡ് വൺ ഈസ് 28 and third one is 496, fourth one is 8128. ഏതൊക്കെയാണ് ആദ്യത്തെ 4 അനകസംഖ്യകൾ? പറയൂ. 6, 28, 496, 8128.
28. 28. അനകസംഖ്യ ഏത് എന്നൊക്കെ താഴെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അവസാനം 6 ഉണ്ടോ 8 ഉണ്ടോ എന്ന് നോക്കാൻ ഒരു ബുദ്ധിയാണ്. അവസാനം 6 8 ഉണ്ടോ നോക്കി. 6 8 ഉള്ളത് വേറെ തരട്ടോ, അത് വേറെ കാര്യം. അനകസംഖ്യയിൽ ഈ 4 നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷെ ചോദ്യം ഇങ്ങനെയല്ല വരിക. ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് നോട്ട് ചെയ്തോളൂ. ചോദ്യം ഇതാ വരുന്നു, പിടിച്ചോളൂ, എഴുതി വെച്ചോളൂ. What is the sum of the factors of 496 except 496? എന്തൊക്കെ ടൈപ്പ് ചെയ്തോന്ന് അറിയില്ലേ? What is the sum of the factors of 496? വന്ന് റെഡിയായി. ഒന്ന് വായിച്ചേ മുഹമ്മദ് റഷാൻ. What is the sum of the factors of 496 except 496? What is the sum of the factors of 496 except 496? 496 ഒഴികെ. ഇതാണ് ഇതിന്റെ മലയാളം. ഇതാണ് 400. മലയാളം എഴുതാം 496. ഈ മലയാളത്തിനും ഇംഗ്ലീഷിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ നോക്കിക്കോളെ. ഇംഗ്ലീഷ് ഇങ്ങനെ വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് 496. അതിന്റെ മലയാളം നോക്കിക്കോ, നേരെ തിരിച്ച് അങ്ങോട്ടാണ്. 496 ഒഴികെ. അവസാനത്തെ 490 എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒഴികെ. 496 ഒഴികെ. 496 ഒഴികെ. 496ന്റെ ഉണ്ടാ തിരിച്ചങ്ങോട്ട് പോയാൽ മതി. 496ന്റെ ഫാക്ടേഴ്സ് ഘടകങ്ങളുടെ സമ്മ് തുക. വാട്ട് എത്ര ഉണ്ടാകും. ഇംഗ്ലീഷിന്റെ നേരെ ഓപ്പോസിറ്റ് പോയി മലയാളം ഉണ്ടാകും. 496 ഒഴികെ 496ന്റെ ഘടകങ്ങളുടെ തുക എത്ര? ചോദ്യത്തിന്റെ മറുപടി പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. എത്രയാണ് കുട്ടികൾ ടൈപ്പ് ചെയ്തത്? 496 തന്നെയാണ്. ഇതൊരു പരീക്ഷയ്ക്ക് വന്നതാണ്. അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുക 8128 ഒഴികെ 8128ന്റെ ഘടകങ്ങളുടെ തുക എത്ര എന്നാണ്. അപ്പൊ ഇന്ന് അത് പഠിച്ചു. ഇനി അത് പെർഫെക്റ്റ് നമ്പർ ഓർത്ത് വെക്കുക. ആദ്യത്തെ എല്ലാ കുട്ടികളും ഒന്നിച്ച് പറയൂ. ആദ്യത്തെ 4 പെർഫെക്റ്റ് നമ്പേഴ്സ് പറയൂ, പെട്ടെന്ന് പറയൂ. 6 ഞാനൊരു സ്കൂളിന്റെ പേര് വിളിക്കും. ആ സ്കൂളിലെ ഒരു കുട്ടി മുന്നോട്ട് വന്ന് പറയൂ. പനമരം ഹൈസ്കൂളില് നേരത്തെ പറയാത്ത വേറെ ഏതെങ്കിലും ഒരു കുട്ടി മുന്നോട്ട് വന്ന് പറയൂ. ആ 4 ആദ്യത്തെ പെർഫെക്റ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പനമരം ഹൈസ്കൂളിൽ ഒരു കുട്ടി മുന്നോട്ട് വരും. Sir, പറയൂ. 6, 28, 496, 8128. 8128. ഇനി നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് ട്രയാങ്കുലർ നമ്പർ കൂടി പരിചയം. ഈ നമ്പർ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളെ. ഇതാ ഈ നമ്പേഴ്സ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എവിടെ പോയോ അതൊക്കെ? ഓക്കെ, ഈ നമ്പേഴ്സ് ഒക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. അത് പോയോ? ഒന്ന് പറ്റുമെങ്കിൽ ഇപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എന്നാലും നിങ്ങൾക്ക് പഠിച്ചു വെക്കാലോ. നിങ്ങൾക്ക് ഇതിലെല്ലാം കിട്ടാത്തതല്ലേ പറഞ്ഞു തരും. അപ്പൊ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ? യെസ് എന്ന് പറയൂ. എടുത്തിട്ടുണ്ടെങ്കിൽ 2 ക്ലിക്ക്. Yes, sir. Yes, sir. എന്നിട്ട് കിട്ടാത്ത കുട്ടികൾക്ക് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. യെസ്. അടുത്തത് ഏതാ? അടുത്ത ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഇതിന്റെ ബാക്കി ഷോട്ട് എടുത്ത് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത്. യെസ്, ഓക്കെ. ഇനിയും കിട്ടാത്തവർ നേരിട്ട് വിളിച്ചാൽ മതി. ഞാൻ എടുത്തു. വെരി ഗുഡ്. ഇനി കിട്ടാത്തവർ വിളിച്ച. ഇനി അടുത്ത ഒരു നമ്പർ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തരാം. മുമ്പ് കേട്ടവര് വെറുതെ ആടിരിക്കുക, ശ്രദ്ധിക്കുക. നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾക്കറിയാം. 1 2 3 4 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സാണ്. നാച്ചുറൽ നമ്പർ കൊണ്ടാണ് ഒരു നമ്പർ ഉണ്ടാക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. നാച്ചുറൽ നമ്പർ കൊണ്ട് ഉണ്ടാക്കുന്ന നമ്പർ നോക്കിക്കോളൂ. പുതിയൊരു നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. 1 is equal to 1. 1 plus 2 is equal to 3. 1 plus 2 plus 3 is equal to 6. ഇത് ഒന്നുകൂടി പറയുന്നത് എന്താണ്? ഇതില്ലാതെ മുന്നോട്ട് പോവില്ല. അതുകൊണ്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾ വരാറുണ്ട് മക്കളെ.
1 plus 2 plus 3 plus 4 is equal to 10. Yes. 1 plus 2 plus 3 plus 4 plus 5 is equal to 15. ഈ വീട്ടിൽ നിന്ന് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത് മൊത്തം 10 വരികൾ നിങ്ങൾ എഴുതുക. എഴുതുമ്പോൾ ഇതേ കോലത്തിൽ എഴുതണം. ഒരു ത്രികോണത്തിന്റെ ഷേപ്പിൽ വരണം. ആ രീതിയിൽ എഴുതിയതിനു ശേഷം ഈ കിട്ടുന്ന ആൻസർ, അതാണ് ചുവന്ന മഷി വേണമെന്ന് ഞാൻ പറഞ്ഞത്, ഈ ആൻസർ റെഡ് ഇങ്ക് കൊണ്ട് ത്രികോണം വരയ്ക്കുക. ഈ 3നും ത്രികോണത്തിന്റെ ഉള്ളിലാക്കുക, 6നെയും ത്രികോണത്തിന്റെ ഉള്ളിലാക്കുക, 10നെയും ത്രികോണത്തിന്റെ ഉള്ളിലാക്കുക, ഇതിനെയും ത്രികോണത്തിന്റെ ഉള്ളിലാക്കുക. അതിനുശേഷം ഇതിനെ മാറ്റി എഴുതുന്നു. 1, 3, 6, 10, 15. പിന്നെ അടുത്ത് നിങ്ങൾക്ക് കിട്ടും 21, 28, 36, 45, 55. ഉണ്ടോ? ആദ്യത്തെ 10 ത്രികോണ സംഖ്യകൾ നിങ്ങൾക്ക് കിട്ടി. അപ്പോ ഇതിന്റെ പേരാണ് ട്രയാങ്കുലർ നമ്പർ. എഴുതി വെച്ചോളൂ, അതിന്റെ പേര് എഴുതി വെച്ചോളൂ, ട്രയാങ്കുലർ നമ്പർ. സർ ട്രയാങ്കിൾ നമ്പർ അല്ലേ? ആ, അതിന്റെ പേരവിടെ എഴുതി വെച്ചോ, ട്രയാങ്കുലർ നമ്പർ. ആ, ഇത് എഴുതിയത് ഇങ്ങനെ തന്നെ വീട്ടിൽ നിന്ന് നിങ്ങൾ എഴുതണം മക്കളെ, അതല്ലേ പറഞ്ഞത്. ഇതാ ഈ ട്രയാങ്കുലർ നമ്പർ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. എന്താ 1, 3, 6, 10, 50 ഇതല്ലേ ട്രയാങ്കിൾ നമ്പർ? ഇതാണ് ട്രയാങ്കിൾ നമ്പർ. ആഹാ, ഇതാണ് ട്രയാങ്കിൾ നമ്പർ. ഇതിപ്പോ ഞാനിപ്പോ എഴുതാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ബാക്കിയുള്ള വരിയൊന്നും ഞാൻ ഫില്ല് ചെയ്യാത്തത്. അത് നിങ്ങൾ ഫില്ല് ചെയ്തുള്ള വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. ഓക്കേ സർ. ഇത് 10 വരെ നിങ്ങൾ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് അവസാനത്തെ 10ാമത്തെ ട്രയാങ്കിൾ നമ്പർ 55 കിട്ടിക്കോളും. അപ്പോൾ ഒരു കുട്ടി പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടി ആദ്യത്തെ 10 ട്രയാങ്കിൾ നമ്പർ ഉറക്കെ പറഞ്ഞേ. 1, 3, 6, 10, 50, 21, 28, 36, 45, 55. ഇനി അടുത്തൊന്ന് വരും, അത് നിങ്ങൾ ഇതുവരെ ചെയ്താൽ മതി. പക്ഷെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് രസിക്കാൻ ഞാൻ വേറൊരു ചെറിയ ഇത് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളെ. വീട്ടിൽ നിന്ന് ഈ ട്രയാങ്കുലർ നമ്പറിന്റെ ചിത്രം എങ്ങനെ വരയ്ക്കാന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം പെൻസിൽ കൊണ്ട് ആദ്യത്തെ 1ാമത്തെ ട്രയാങ്കുലർ നമ്പർ വരയ്ക്കുക, ഒരു ചെറിയ ചെറുനാരങ്ങ. 2ാമത്തെ ട്രയാങ്കുലർ നമ്പർ അതേ വലിപ്പത്തിൽ. അത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഞാനിവിടെ ചെയ്യുന്ന ഇങ്ങനെയാണ്. എനിക്ക് 2ാമത് വരയ്ക്കാനുള്ള സംഗതി കൊണ്ട് എന്താ ചെയ്യാ, ഇവിടെ ഇങ്ങനെ ആക്കി കോപ്പി പേസ്റ്റ് ചെയ്തു. അപ്പൊ ഒന്നുകൂടി കിട്ടി. വീണ്ടും പേസ്റ്റ് ചെയ്ത് ഒന്നുകൂടി കിട്ടി. വീണ്ടും പേസ്റ്റ് കൊടുത്തു, ഒന്നുകൂടി കിട്ടി. അപ്പോ 1ാമത്തെ ട്രയാങ്കിൾ നോട്ടിൽ 2ാമത്തെ കിട്ടി. ഇനി എനിക്ക് 3ാമത്തെ കിട്ടണമായിരിക്കാം, ചെയ്യാം, എന്താ പ്രശ്നം. പേസ്റ്റ് ചെയ്തു, 1 എടുത്തു. നിങ്ങൾ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും കേട്ടോ. 2, അടിയിൽ 3 കൊടുത്തു. ഈ ഗ്യാപ്പിൽ 1 കൊടുക്കണം കേട്ടോ. ഈ ഗ്യാപ്പിൽ ഇതിനെ പിടിച്ചിട്ട് ഉണ്ട്. ആഹാ, ഈ ഗ്യാപ്പിൽ ഇതിനെ പിടിച്ചിട്ട് എന്ത് രസം ഇത്. പാട്ട് പാടിക്കോന്ന് പഠിക്കോ. ആ ഗ്യാപ്പിൽ അടുത്ത ആളെയും കൊണ്ടുവച്ചിട്ട് ഇപ്പൊ 3 വരയ്ക്കുന്നത് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, ഇതിന് കളർ കൊടുക്കാം. എങ്ങനെ കളർ കൊടുക്കാം? 1ാമത്തേന് ഇങ്ങനെ കളർ കൊടുത്തു, 2ാമത്തത് 3 എന്ന് പോയോ? അയ്യോ, അതെങ്ങനെ പോയോ? ഇങ്ങനെ കളർ കൊടുത്തു. അങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ കളർ കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ശരി, നമുക്ക് ട്രയാങ്കുലർ നമ്പറിനെ പറ്റി കൂടുതൽ നമുക്ക് നേരത്തെ ക്ലാസ്സുകളിൽ പറയാം. അപ്പോൾ ട്രയാങ്കുലർ നമ്പറും പെർഫെക്റ്റ് നമ്പറും ഇന്ന് തുടക്കമിട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾക്കുള്ള 2 ചോദ്യങ്ങൾ തരുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന രക്ഷിതാക്കൾക്ക് ഫോൺ കൊടുക്കുക. ഈ ക്ലാസ്സിനെ പറ്റി അവർക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. ടീച്ചേഴ്സ് ആരെങ്കിലും കൂട്ടത്തിലേക്കുണ്ട്, അവർക്ക് പ്രതികരിക്കാനുള്ള അവസരമാണ്. എന്തെങ്കിലും മനസ്സിലാകാത്ത ഭാഗമുണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കൂടി ഞാൻ അറിയിക്കുകയാണ്. USSന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് രാവിലെ 5:30 മണിക്കായിരിക്കും എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്.
സംഖ്യയുടെയും രാമാനുജ സംഖ്യയുടെയും തുക എത്ര എന്നാണ് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം കുട്ടികൾ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ പറയാം. Yes. മലയാളം എഴുതിക്കോളൂ. 3 അഭാജ്യ സംഖ്യകളുടെ 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 154. അവയുടെ തുക എത്ര? അവയുടെ തുക എത്ര? ഇംഗ്ലീഷ് ഇതാണ്. ദ പ്രൊഡക്റ്റ് ഓഫ് 3 prime numbers is 154. What is its sum? എങ്കിൽ അവയുടെ തുക എത്ര? ഈ 2 ചോദ്യങ്ങൾക്കും നിങ്ങൾ ഇന്ന് തന്നെ കമന്റ് ചെയ്യാൻ തയ്യാറായിക്കോളൂ. ആൻസർ തെറ്റിപ്പോയാലൊന്നും പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കാം. ഇനി